ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ ലൈവ് പോകുന്നതാണ്. ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിൽ നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം ആഡ് ചെയ്യാം, എന്നിട്ട് അവർക്ക് വേണ്ടി മാത്രം ലൈവ് പോകാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ക്ലോസ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ലൈവ് പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സിലോട്ട് ആരെ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൽ ഇവരൊക്കെയാണ് ഉള്ളത്. ഇപ്പം ഇതിൽ നിന്ന് എനിക്ക് ഒരാളെ ക്ലോസ് ഫ്രണ്ട്സിലോട്ട് ആഡ് ചെയ്യണം, ഞാൻ ഈ ആളെ ആഡ് ചെയ്യാണ്. ഇനി കൂടുതൽ ആളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെ ഇവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടും പിടിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരെയും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ആൾക്കാർക്ക് വേണ്ടി മാത്രം ലൈവ് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ലൈവ് സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലൈവ് സെലക്ട് ചെയ്യുക. ലൈവ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എവ്രി വൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസ് ഫ്രണ്ട്സിൽ ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ലൈവ് കാണാൻ പറ്റുള്ളൂ. ചിലപ്പം ആ ഒരു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ ഒരു 10 അല്ലെങ്കിൽ 20 ആൾക്കാരൊക്കെ കാണുള്ളൂ, അവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ലൈവ് കാണാൻ പറ്റുക. ഇപ്പം ഈ ഒരു ക്ലോസ് ഫ്രണ്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ലൈവ് പോവുക, വേറുള്ളവർക്ക് കാണാൻ പറ്റില്ല. ഇപ്പം ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്ലോസ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രം നമുക്ക് ലൈവ് പോകുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.